കോഴിക്കോട് നടക്കുന്ന റീജിയണൽ ചലച്ചിത്രമേളയ്ക്കെതിരെ നടൻ ജോയ് മാത്യു. ഒരു പ്രത്യേക പാർട്ടിയുടെ ആളുകളാണ് ചലച്ചിത്രമേള നയിക്കുന്നത്. ആ പാർട്ടിക്ക് താൻ അനഭിമതനാണ്. അതുകൊണ്ട് മേളയ്ക്ക് ക്ഷണിച്ചില്ല. വിളിക്കാത്ത സദ്യയ്ക്ക് ഉണ്ണാൻ പോകാൻ പറ്റില്ലല്ലോ. കോഴിക്കോട്ടെ സിനിമാക്കാരനായിട്ട് പോലും തന്നെ അവഗണിച്ചുവെന്നും ജോയ് മാത്യു പറഞ്ഞു. 24 ബ്രേക്കിംഗ്. എന്നെ വിളിച്ചിട്ടില്ലല്ലോ, പിന്നെ ഞാൻ അങ്ങനെ പോകും. വിളിക്കാത്ത സദ്യയ്ക്ക് ഉണ്ണാൻ പോകണോ? അത് കോഴിക്കോട്ടുകാർക്ക് പറഞ്ഞൊരു പരിപാടിയല്ല. ഇതിൻ്റെ സംഘാടകർ ഒരു പ്രത്യേക പാർട്ടിയുടെ ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ഞാൻ അനഭിമതനാണ്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ എന്നെ വിളിച്ചു. പരിപാടി നടക്കുന്ന അന്ന് രാവിലെ അതിൻ്റെ അക്കാദമി സെക്രട്ടറി വിളിച്ചു, അജോയ്, താങ്കൾ ഇതിൻ്റെ രക്ഷാധികാരിയാണ്, എന്തിനാ വരാത്തത് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇതിൻ്റെ രക്ഷാധികാരിയാണെന്നുള്ള എന്നെ ആരെയും അറിയിക്കണ്ടേ. നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് ചേരുന്നുണ്ട്. നിഖിൽ, ഈ പരിപാടിയിലേക്ക് ക്ഷണമില്ലാത്തതിലുള്ള വിമർശനം, അതൃപ്തി, എന്താണ് ജോയ് മാത്യു പറയുന്നത്? കോഴിക്കോട് നിന്നുള്ള ഒരു സിനിമാ പ്രവർത്തകനാണ് ജോയ് മാത്യു. അദ്ദേഹം നിരവധി സിനിമകൾ സംവിധാനം ചെയ്യുകയും അഭിനയിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു താരമാണ്. ഇതെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. സ്വാഭാവികമായിട്ടും IFFKയുടെ ഒരു പ്രാദേശിക പതിപ്പ് കോഴിക്കോട് എത്തുമ്പോൾ അദ്ദേഹത്തിന് ഒരു ക്ഷണം ഉണ്ടാകേണ്ടതാണ്. പക്ഷെ അതുണ്ടായില്ല എന്നുള്ള വിമർശനമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ഈ വേള ഇപ്പോൾ സംഘടിപ്പിക്കുന്നത് ഒരു പ്രത്യേക പാർട്ടിയിൽപ്പെടുന്ന ആളുകളാണ്. അവർക്ക് താൻ അനഭിമതനാണ്, അതുകൊണ്ട് തന്നെ മേളയ്ക്ക് ക്ഷണിച്ചില്ല എന്നുള്ള വിമർശനമാണ് ഇപ്പോൾ ജോയ് മാത്യു ഉന്നയിക്കുന്നത്. വിളിക്കാത്ത സദ്യയ്ക്ക് ഉണ്ണാൻ പോകാൻ പറ്റില്ലല്ലോ എന്നാണ് അദ്ദേഹം എന്തുകൊണ്ടാണ് ഈ മേളയിൽ താങ്കളെ കാണാത്തത് എന്നുള്ള ചോദ്യത്തിന് മറുപടിയായി പറയുന്നത്. കോഴിക്കോട്ടെ ഒരു സിനിമാക്കാരനായിട്ട് പോലും തന്നെ എല്ലാവരും അവഗണിച്ചു. അക്കാദമി ചെയർമാൻ തന്നെ വിളിക്കുന്നത് ഈ മേള തുടങ്ങുന്ന ദിവസം രാവിലെയാണ് എന്നുള്ള കാര്യം കൂടി ജോയ് മാത്യു പറയുന്നുണ്ട്. അക്കാദമി ചെയർമാൻ വിളിച്ചത് ഈ സംഘാടക സമിതി യോഗത്തിൽ പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടാണ്. സംഘാടക സമിതി യോഗം നടക്കുന്ന കാര്യം പോലും താൻ അറിഞ്ഞിരുന്നില്ല. താൻ ആ സമയത്ത് കൊച്ചിയിലാണ് ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം കൂടി ജോയ് മാത്യു പറയുന്നു. ഇനി മേള തുടങ്ങിയ ശേഷമാണെങ്കിൽ ഒരു ഡെലിഗേറ്റ് പാസ് പോലും കോഴിക്കോട്ടെ സിനിമാക്കാരനായ തനിക്ക് കൊണ്ടുവന്ന് തന്നില്ല എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറയുന്നു. എന്തായാലും ഈ മേളയുടെ സംഘാടകർ ഒരു പ്രത്യേക പാർട്ടിയുടെ വക്താക്കളാവുന്നതിന്റെ പ്രശ്നം ഈ മേളയ്ക്കുണ്ട് എന്നുള്ള വിമർശനം കൂടി അദ്ദേഹം ഇപ്പോൾ ഉന്നയിക്കുകയാണ്. ശ്രീജിത്ത്. നിഖിൽ പ്രമേഷ് കോഴിക്കോട്ട് എന്ന വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.